നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 20/1/2025 WPC 336/56/22, WPC 339 30/22 എന്നീ കേസുകളിലായി ഭൂമിയിൽ മണ്ണിറക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന ഉത്തരവാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കൊല്ലം ജില്ലയിൽ പത്തനാപുരം സ്വദേശിയായ ഷാനവാസ് മൊയ്തീൻ കുഞ്ഞ് എന്ന വ്യക്തിയും ആലപ്പുഴ ജില്ലയിൽ കീരിക്കാട് വില്ലേജിൽ പ്രദീപ് സോമൻ എന്ന വ്യക്തിയും സമർപ്പിച്ച റിട്ട് പെറ്റീഷനിലാണ് ഉത്തരവായത്. കേരള തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 വകുപ്പ് 12 പ്രകാരം സ്വകാര്യ ഭൂമിയിൽ മണ്ണിറക്കിയാൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിനും വാഹനം കസ്റ്റഡിയിലെടുക്കുന്നതിനും വില്ലേജ് ഓഫീസർക്ക് അധികാരമുള്ളതാണ്. വില്ലേജ് റെക്കോർഡ് പ്രകാരം BTR രജിസ്റ്ററിൽ പുരയിടം എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയിൽ പരാതിക്കാർ മണ്ണിറക്കി. അതിനെതിരായി ആലപ്പുഴ ജില്ലയിൽ കീരിക്കാട് വില്ലേജ് ഓഫീസർ കക്ഷിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം ഭൂമി നിലമാണ് എന്നതാണ് കാരണം. സർക്കാരിനെയും പരാതിക്കാരെയും നേരിൽ കേട്ട കോടതി സെറ്റിൽമെന്റ് രജിസ്റ്റർ പഴയകാല രജിസ്റ്ററാണെന്നും BTR നിലവിൽ വന്നതോടെ സെറ്റിൽമെന്റ് കാലഹരണപ്പെട്ടു എന്നും നിരീക്ഷിച്ചു. സ്വകാര്യ ഭൂമിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് മാത്രം ആ ഭൂമി നെൽപ്പാടമോ അല്ലെങ്കിൽ തണ്ണീർത്തടമോ ആയി കണക്കാക്കാൻ കഴിയില്ല എന്നും അവ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താനാവില്ല എന്നും കോടതി വിധിച്ചു. ആദ്യ ഹർജിയിൽ വസ്തു ഉടമ സ്റ്റോപ്പ് മെമ്മോയെ ചോദ്യം ചെയ്യുകയും രണ്ടാമത്തെ ഹർജിയിൽ അയൽവാസിയുടെ വസ്തു തണ്ണീർത്തടമാണെന്നും നിയമവിരുദ്ധമായി പരിവർത്തനം ചെയ്തതാണെന്നും അത് പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. സ്റ്റോപ്പ് മെമ്മോ നൽകാനുള്ള കാരണമായി വില്ലേജ് ഓഫീസർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരം അപ്രസക്തമായ കാരണങ്ങളാണെന്ന് കോടതി നിരീക്ഷിച്ചു. സെക്ഷൻ 12 പ്രകാരം നെൽവയലോ തണ്ണീർത്തടമോ അനധികൃതമായി പരിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായാൽ മാത്രമേ സ്റ്റോപ്പ് മെമ്മോ വില്ലേജ് ഓഫീസർ കൊടുക്കാവൂ എന്നും കോടതി വ്യക്തമാക്കി. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നതുവരേക്കും ബൈ.